ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓഫർ ഉണ്ടല്ലോ, ആനയെ തൊടണോ ആനപ്പുറത്ത് കയറണോ, ഇനി നേരെ കോഴിക്കോട്ടേക്ക് വെച്ച് പിടിച്ചോളൂ. കുറ്റിക്കാട്ടൂരിലെ സുഹൃത്തുക്കളായ കെ ശബരീഷും എം പി ഋഷോബും ചേർന്ന് ഓറിജിനൽ ആനയെ വെല്ലുന്ന റോബോട്ടിക് ആന ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണുകൾ ചിമ്മി ചെവിയാട്ടി തുമ്പിക്കൈയും വാലുമിളക്കി അവനങ്ങനെ നിൽക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ലക്ഷണമൊത്ത ഗജവീരൻ, തിരുവമ്പാടി ശിവസുന്ദരനെ പോലെ. അടുത്തുപോയി തൊട്ടു നോക്കിയാലേ ഇത് ഫൈബറും റബ്ബറും തുണിയുമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാകുകയുള്ളൂ. വാദ്യകലാകാരന്മാരായ സുഹൃത്തുക്കൾ കെ ശബരീഷും എം പി കൃഷോഭുമാണ് ഈ ആനയുടെ ഉടമസ്ഥർ. ഈ ഉത്സവം വാദ്യം വിഷയങ്ങളായിട്ട് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ആന പണ്ട് കാലം മുതലേ ഒരു ആനേനെ കാണുന്നവരെ ഇതുപോലെ ഒരു ആനേനെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. ആന ചെയ്യുന്ന ക്ഷേത്രാചാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോബോട്ടിനെ വെച്ച് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ്. പകരം നമ്മൾ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആഘോഷ പരിപാടികളൊക്കെ ഇതിനെ കൊണ്ടുപോയി നിർത്തുക, അതേപോലെ ആഘോഷ വരവുകൾ, ബാക്കി ഉദ്ഘാടന ചടങ്ങുകൾ. അത് അത്രയും നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. നിരവധി പേരാണ് ഈ ആനയെ കാണാനും ഫോട്ടോ എടുക്കാനുമൊക്കെ എത്തുന്നത്. നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്പലത്തിലുള്ള പോലെ ആനേനെയാണ്, റിയലായിട്ട് നല്ല രസമുണ്ട്. തുമ്പിക്കൈയൊക്കെ ആട്ടും ചെവിയാട്ടും എല്ലാം ഇതുണ്ട്, ഇഷ്ടപ്പെട്ടു. 20 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ എറണാകുളത്തുകാരാണ് ഈ റോബോട്ടിക് ആനയെ ഉണ്ടാക്കിയത്. 300 കിലോ തൂക്കം, ആനയെ നിർത്തുന്ന സ്റ്റാൻഡടക്കം 18 അടി ഉയരം. 3 പേർക്ക് ആനപ്പുറത്തിരിക്കുകയും ചെയ്യാം. ആനയെക്കുറിച്ചറിഞ്ഞ് ഉദ്ഘാടനത്തിനും മറ്റും ഇപ്പോഴേ ആവശ്യക്കാർ എത്തിത്തുടങ്ങി. ആനപ്പുറത്ത് കയറുക എന്നത് വലിയൊരാഗ്രഹമായിരുന്നു. എന്തായാലും ഒറിജിനൽ ആനപ്പുറത്ത് ഞാൻ കയറില്ല. എന്തായാലും ഇങ്ങനെയെങ്കിലും ആ ആഗ്രഹം സാധിച്ചു. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അതിൽ ആനയെ പോലെ തന്നെ ഇരിക്കുന്നു, ആനയല്ലെന്ന് മാത്രമേ ഉള്ളൂ.